ലോക ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന മഹാ ഫൈനൽ എത്തിക്കഴിഞ്ഞു. അർജന്റീനയും സ്പെയിനും. ഈ രണ്ട് ശക്തരായ ടീമുകളിൽ ആരാണ് ലോകകപ്പ് ഉയർത്താൻ കൂടുതൽ സാധ്യത? കളി, പ്രതിരോധം, ആക്രമണം, ഫോർമേഷൻ, കോച്ചിംഗ്, മാനസിക സമ്മർദ്ദം, സെമിഫൈനൽ പ്രകടനം എന്നിവയെല്ലാം പരിശോധിക്കാം. ആദ്യം കളിയുടെ ശൈലി. സ്പെയിൻ പന്തടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ചെറിയ പാസുകളിലൂടെ കളി നിയന്ത്രിക്കുകയും എതിരാളിക്ക് അവസരങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം അർജന്റീന വേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കിലൂടെ എതിരാളികളെ അപകടത്തിലാക്കുന്ന ടീമാണ്. അവസരം കിട്ടിയാൽ അത് ഗോളാക്കി മാറ്റുന്നതിൽ അവർ വളരെ മിടുക്കരാണ്. ഫോർമേഷൻ നോക്കിയാൽ രണ്ട് ടീമുകളും സാധാരണയായി 4-3-3 എന്ന ക്രമത്തിലാണ് തുടങ്ങുന്നത്. എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ സ്പെയിൻ ആക്രമണ സമയത്ത് കൂടുതൽ താരങ്ങളെ മുന്നിലേക്ക് എത്തിക്കും. അർജന്റീന ആവശ്യമായപ്പോൾ പ്രതിരോധം ശക്തമാക്കി കൗണ്ടർ അറ്റാക്കിലേക്ക് മാറും. പ്രതിരോധത്തിൽ ചെറിയ മുൻതൂക്കം സ്പെയിനിനാണ്. കാരണം അവർ കൂടുതൽ സംഘടിതമായി പ്രതിരോധിക്കുകയും പന്ത് കൈവശം വെച്ച് എതിരാളിയുടെ ആക്രമണം കുറയ്ക്കുകയും ചെയ്യുന്നു. ആക്രമണത്തിൽ സ്പെയിൻ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ആ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ അർജന്റീനയ്ക്ക് ചെറിയ മുൻതൂക്കമുണ്ട്. മാനസിക സമ്മർദ്ദം നോക്കിയാൽ അർജന്റീനക്കാണ് കൂടുതൽ. വലിയ പ്രതീക്ഷകളും ആരാധകരുടെ സമ്മർദ്ദവും അവർക്ക് മേലുണ്ട്. രംഗത്ത് സ്പെയിൻ വ്യക്തമായ സിസ്റ്റത്തിൽ കളിക്കുന്നു. അർജന്റീനയുടെ പരിശീലകൻ മത്സരത്തിനിടെ മികച്ച തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളയാളാണ്. സെമിഫൈനൽ പ്രകടനം പരിശോധിക്കുമ്പോൾ സ്പെയിൻ ഫ്രാൻസിനെ 2 ഗോളിന് പരാജയപ്പെടുത്തി മികച്ച നിയന്ത്രണത്തോടെ ഫൈനലിലെത്തി. അർജന്റീന ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ച് പോരാട്ട വീര്യം തെളിയിച്ചു. എല്ലാ കാര്യങ്ങളും ചേർത്ത് നോക്കുമ്പോൾ കളിയുടെ നിയന്ത്രണം, സംഘടിത ഫുട്ബോൾ, പ്രതിരോധം എന്നിവയിൽ സ്പെയിനിന് ചെറിയ മുൻതൂക്കം കാണാം. അതേസമയം വലിയ മത്സരങ്ങളിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന ടീമാണ് അർജന്റീന. അതിനാൽ ഈ ഫൈനൽ 50-50 അടുത്ത പോരാട്ടമായിരിക്കും. എന്റെ വ്യക്തിപരമായ വിലയിരുത്തലിൽ സ്പെയിനിന് ഏകദേശം 55% മുൻതൂക്കവും അർജന്റീനയ്ക്ക് 45% സാധ്യതയുമാണ്. നിങ്ങളായം എന്താണ്? അർജന്റീനയോ സ്പെയിനോ? കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.